ചെയ്യുന്നുള്ളൂ. അഫർമേഷൻസിൻ്റെ പ്രയോജനങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അതായത് നമ്മൾ സ്ഥിരമായി പറയുന്ന വാചകങ്ങൾ, നമ്മളുടെ മനസ്സിലേക്ക് എന്നും നമ്മൾ സ്ഥിരമായി കൊടുക്കുന്ന സ്ഥിരപ്രതിജ്ഞാവാക്യങ്ങൾ നമ്മുടെ ലൈഫിനെ എങ്ങനെ മാറ്റിമറിക്കുമെന്ന് നമുക്ക് നോക്കാം. അഫർമേഷൻസ് സ്ഥിരമായി പറയുമ്പോൾ, അതായത് രാവിലെയും രാത്രി കിടക്കുന്നതിന് മുന്നേ നമ്മൾ സ്ഥിരമായി ഉപയോഗിക്കുമ്പോൾ നമ്മുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുന്നു. താൻ ഏറ്റവും മികച്ചവനാണെന്ന് ഉറപ്പിക്കുന്ന പോസിറ്റീവ് സെൽഫ് ടോക്ക് മനസ്സിന് ആത്മവിശ്വാസത്തോടെ പ്രവർത്തിക്കാനിടയാക്കും. ഭയങ്ങൾ കുറയ്ക്കുന്നു. അഫർമേഷൻസ് സ്ഥിരമായി ആവർത്തിക്കുന്നത് ഭയാവസ്ഥ, അതായത് ഫിയർ കണ്ടീഷനിങ് കുറയ്ക്കുകയും ധൈര്യപൂർവമായ പുതിയ വിശ്വാസങ്ങൾ സൃഷ്ടിക്കുകയും ചെയ്യുന്നു. ദൈനംദിന ഉത്സാഹം നൽകുന്നു. മനസ്സിൻ്റെ വൈബ്രേഷണൽ ഫ്രീക്വൻസി ഉയർത്താൻ അഫർമേഷൻസ് നമ്മെ സഹായിക്കുന്നതാണ്. അതുവഴി ഉത്സാഹത്തോടെയും പോസിറ്റീവായ സമീപനത്തോടെയും നിങ്ങളുടെ ദിവസങ്ങൾ ആരംഭിക്കാൻ കഴിയുന്നു. ലക്ഷ്യനിർണ്ണയത്തിൽ, അതായത് ഗോൾ സെറ്റിങ്ങിന് സഹായിക്കുന്നു. നിങ്ങളുടെ മനസ്സിൽ ശക്തമായി പതിഞ്ഞു പോകുന്ന ആസൂത്രിതമായ പ്രൊജക്ഷൻസ് നിങ്ങൾക്ക് താല്പര്യമുള്ള കാര്യങ്ങളിലേക്ക് നിങ്ങളുടെ ഊർജ്ജത്തെ നിയന്ത്രിക്കുന്നു. അനാവശ്യ കാര്യങ്ങളിൽ നിന്ന് നമ്മുടെ മനസ്സിനെ തടയുന്നു. ആരോഗ്യപരമായ മാറ്റങ്ങൾ ഉണ്ടാക്കുന്നു. സൈക്കോളജിപരമായ സിസ്റ്റം നമ്മുടെ ശരീരത്തിലും മനസ്സിലും വല്ലാത്ത മാറ്റം നമുക്കുണ്ടാക്കുന്നു. ശാസ്ത്രീയ പഠനത്തിൽ നിന്ന് തെളിയിക്കുന്നത് മനസ്സിൻ്റെ നിലയാണ് ശരീരത്തിൻ്റെ ആരോഗ്യം നിർണ്ണയിക്കുന്നത് എന്നാണ്. ഇനി അഫർമേഷൻസ് എങ്ങനെ ഉപയോഗിക്കണമെന്ന് നമുക്ക് നോക്കാം. പോസിറ്റീവ് ലാംഗ്വേജ് മാത്രം ഉപയോഗിക്കുക. എനിക്ക് വിഷമം ഇല്ല എന്നത് ഞാൻ സന്തോഷത്താൽ നിറഞ്ഞിരിക്കുന്നു എന്നതിന് വിപരീതമാണ്. മനസ്സിന് നല്ലതിലേക്ക് തിരിക്കേണ്ടതിനാൽ നിഷേധാത്മക വാക്കുകൾ പൂർണ്ണമായും ഒഴിവാക്കുക. നേരത്തെ തന്നെ സംഭവിച്ചെന്നോ സംഭവിക്കുകയാണെന്നോ രൂപപ്പെടുത്തിയവ, ഞാൻ ധനികനാകാൻ പോകുന്നു എന്നതിന് പകരം ഞാൻ ധനികനാണ്, ഓൾറെഡി ഞാൻ അതാണ് എന്നോ ഞാൻ ധനസമ്പന്നത അനുഭവിക്കുന്നു എന്നോ ആയിരിക്കണം. പ്രതിദിനം ആവർത്തിക്കുക. ദിവസം 2-3 തവണ ഈ വാക്യങ്ങൾ ആവർത്തിക്കുക, പ്രത്യേകിച്ച് രാവിലെ ഉണരുമ്പോൾ, രാത്രി ഉറങ്ങുന്നതിന് മുമ്പ്. പൂർണ്ണ വിശ്വാസത്തോടെ നിങ്ങൾ അഫർമേഷൻസ് ഉപയോഗിക്കുക. അഫർമേഷൻസ് യാന്ത്രികമായി ആവർത്തിച്ചാൽ മാത്രം നടക്കില്ല. അവയിലുള്ള വൈബ്രേഷൻ ആസ്വദിക്കുകയും അതിനെ അനുഭവപ്പെടുന്നത് പോലെ സൂക്ഷ്മതയോടെ തത്സമയത്തിൽ ജീവിക്കുകയും വേണം. ആക്ഷൻ എടുക്കുകയും വേണം. ടേക്ക് ഇൻസ്പയർഡ് ആക്ഷൻസ്. ലൈഫ് അട്രാക്ഷനും ലോ ഓഫ് ആക്ഷനും ഒന്നിച്ച് പ്രവർത്തിക്കുമ്പോഴേ ഫലപ്രദമായി അത് നിങ്ങൾക്ക് വർക്കാവുകയുള്ളൂ. അഫർമേഷൻസ് ഉപയോഗിക്കുന്നതിനോടൊപ്പം അതിനായി ആവശ്യമായ പ്രവർത്തനം ചെയ്യാനും നമ്മൾ തയ്യാറാണ്. സ്ഥിരമായ അഫർമേഷൻസ് നമുക്ക് വേണ്ടതിലേക്ക് നമ്മളുടെ മനസ്സിനെ കേന്ദ്രീകരിക്കുകയും നമ്മളുടെ ഡ്രീംസ് നടക്കുന്നതിന് ആവശ്യമായ വ്യക്തികളെയും സാഹചര്യങ്ങളെയും സംഭവങ്ങളെയും നമ്മളിലേക്ക് അടുപ്പിക്കുകയും ചെയ്യുന്നത് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിൻ്റെ ഒരു വല്ലാത്തൊരു ശക്തി തന്നെയാണ്. അതിനാൽ തീർച്ചയായും അഫർമേഷൻസ് നമ്മുടെ ലൈഫിൽ നിന്ന് ഒഴിവാക്കാതിരിക്കാൻ ശ്രദ്ധിക്കണം. നമ്മൾ നിരന്തരമായി ഉപയോഗിക്കുന്ന നെഗറ്റീവ് വേർഡ്സുകൾക്ക് പകരം നല്ല നല്ല പോസിറ്റീവ് അഫർമേഷൻസ് നമുക്ക് വേണ്ടത് എന്താണോ അതിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ട് നമ്മളിത് പറയാൻ നിരന്തരമായി ശ്രമിക്കുക. അതിനായി മാത്രം ശ്രദ്ധിച്ചുകൊണ്ട് നമ്മൾ രാവിലെയും രാത്രിയും കുറച്ച് ടൈം നമുക്ക് വേണ്ടി മാറ്റി വയ്ക്കുക. തീർച്ചയായും അഫർമേഷൻസ് നമ്മളുടെ ലൈഫിൽ അത്ഭുതകരമായ മാറ്റങ്ങൾ നടത്തുന്നുവെന്ന് എല്ലാ പഠനങ്ങളും തെളിയിക്കുന്നുണ്ട്. ഈ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുള്ളായെന്ന് തന്നെ കരുതുന്നു. എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. എല്ലാവർക്കും ഒരുപാട് അനുഗ്രഹങ്ങളും ഐശ്വര്യങ്ങളും നേർന്നുകൊണ്ട് ബൈ ബൈ, ടേക്ക് കെയർ.